എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു നല്ല ദിവസം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകി തന്നിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, തിരുവചനം പഠിപ്പാൻ നൽകി തരുന്ന ഈ നല്ല അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവ് എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അങ്ങ് അനുഗ്രഹിക്കണം. തിരുനാമം മഹത്വമെടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് അധ്യായത്തെ പറ്റിയാ, ഏത് പുസ്തകത്തെ പറ്റിയാന്ന് പറയാമോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ക്രോണിക്കിൾസ് ആൻഡ് സെക്കൻഡ് ക്രോണിക്കിൾസ്. ഫസ്റ്റ് 1 ദിനവൃത്താന്തവും 2 ദിനവൃത്താന്തവുമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ 1 ശമൂവേൽ 2 ശമൂവേൽ 1 രാജാക്കന്മാർ 2 രാജാക്കന്മാരൊക്കെ നമ്മൾ പഠിച്ചു. ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് 1 ദിനവൃത്താന്തവും 2 ദിനവൃത്താന്തവുമാണ്. ഈ പുസ്തകത്തിൽ ഏകദേശം 1-ാമത്തെ ദിനവൃത്താന്ത പുസ്തകത്തിൽ 29 അധ്യായങ്ങളും 2-ാം ദിനവൃത്താന്ത പുസ്തകത്തിൽ 36 അധ്യായങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. 2 പുസ്തകങ്ങളും കൂടി 65 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. മറ്റ് പുസ്തകങ്ങളെ അപേക്ഷിച്ച് മാനുഷികമായ ഒരു കാഴ്ചപ്പാടോടുകൂടി എഴുതിയ പുസ്തകമാണെങ്കിൽ ഈ പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദൈവീക കാഴ്ചപ്പാട് ഇതിൽ കാണുവാനായിട്ട് കഴിയുന്നു. ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവ ജനത്തെ സംയോജിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് ഈ പുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൂടാതെ ദാവീദിന്റെ പരമ്പരകളെ പറ്റി രേഖപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം ഈ പുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ ദേശീയ തലത്തിലും ആഭ്യന്തരമായ തലത്തിലാണെങ്കിലും വ്യക്തിപരമായ ഒരു തലത്തിലാണെങ്കിലും ദൈവിക ആരാധനയുടെ പ്രാധാന്യതയെ രേഖപ്പെടുത്തുവാനായിട്ടും ഈ പുസ്തകം മുൻകൈ എടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശലോമോന്റെ 2-ാം പുസ്തകം മുതൽ രാജാക്കന്മാരുടെ പുസ്തകം വരെയുള്ള ഒരു യഹൂദ ചരിത്ര കാലത്തെ പറ്റി ഉള്ളൊരു മറ്റൊരു വീക്ഷണത്തെയാണ് നമുക്ക് ഈ പുസ്തകങ്ങളിൽ കാണുവാനായിട്ട് പ്രധാനമായും കഴിയുന്നത്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ആരാന്ന് നമുക്കൊന്ന് നോക്കിയാലോ? യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായിട്ട് വരുന്നത് എസ്രയാണ് ഈ ഒരു പുസ്തകം എഴുതിയതായിട്ട്, ഈ 2 പുസ്തകങ്ങളും എഴുതിയതായിട്ട് കാണുവാൻ കഴിയുന്നത്. ഈ പുസ്തകം ആർക്ക് വേണ്ടിയാണ് എഴുതിയതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഈ പുസ്തകം പ്രധാനമായും എഴുതിയിരിക്കുന്നത് എല്ലാ ഇസ്രായേലിയർക്കുമായിട്ട് എഴുതിയ ഒരു പുസ്തകമാണ് 1 ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം പുസ്തകങ്ങൾ. എഴുതിയ കാലമെന്ന് പറയുന്നത്, ഈ പുസ്തകം എഴുതപ്പെട്ട കാലമെന്ന് പറയുന്നത് 430 BC, അതായത് 1000 മുതൽ 970 BC കാലഘട്ടം തുടങ്ങി സംഭവിച്ച കാര്യങ്ങളാലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട്, അല്ലെങ്കിൽ ഒരു ആവർത്തനമായിട്ട് ഈ പുസ്തകത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? 14-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ് കീ വേഴ്സസ്, അല്ലെങ്കിൽ താക്കോൽ വാക്യം എന്ന് പറയപ്പെടുന്നത്. ഈ പുസ്തകത്തിൽ 2 പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1 ദാവീദ്, 2 ശലോമോൻ. ഈ 2 പേരെയാണ് നമുക്ക് ഈ പുസ്തകത്തിൽ തുടക്കം മുതൽ അവസാനം വരെയും ഉടനീളം കാണുവാൻ കഴിയുന്ന വ്യക്തികൾ. ഈ പുസ്തകത്തിൽ 2 സ്ഥലങ്ങളെ പറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 ഹെബ്രോനാണ്, മറ്റൊന്ന് യെരുശലേം. ഈ 2 സ്ഥലങ്ങളെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഉദ്ദേശം നമ്മളെ മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, 1 നമുക്ക് കാണുവാൻ കഴിയുന്നത് ദാവീദിൻ്റെ വാഴ്ച, ശ്രേയസ് ഇവ ദൈവപുത്രൻ്റെ പാരമ്പര്യത്തിന് യോജിച്ചതായിരുന്നു എന്നുള്ളത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു. നാം ദൈവത്തോടും ദാവീദിനോടും നന്ദി ഉള്ളവരായിരിക്കണം എന്നുള്ള ഒരു ആശയവും ഈ ഒരു പാഠത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു പുസ്തകത്തിൽ നിന്നും ഒരു ഉദ്ദേശമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. 1-ഉം 2-ഉം ദിനവൃത്താന്തം എന്ന് പറയുന്ന എബ്രായ പുസ്തകത്തിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 1 ശമൂവേൽ 2 ശമൂവേൽ, അതുപോലെ 1 രാജാക്കന്മാർ 2 രാജാക്കന്മാർ, ഇതെല്ലാം ഒറ്റ പുസ്തകങ്ങളായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അതിനെ 2ആയി വിഭജിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എബ്രായ പുസ്തകങ്ങളിൽ ഒടുവിലാണ് ദിനവൃത്താന്ത പുസ്തകം ചേർത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകത, ചില വസ്തുക്കൾ ആവർത്തിച്ചു പറയുന്നത് അവയുടെ പ്രാധാന്യത്തെ ഉറപ്പാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ എബ്രായ ഭാഷയിൽ അതിന് പേര് വന്നിരിക്കുന്ന ദിബ്രേ എന്നുള്ളൊരു ഫയാമീം എന്നാണ് ഇതിന്, ഹയാമീം എന്നുള്ള ഒരു പേരാണ് എബ്രായ ഭാഷയിൽ ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദിനം പ്രതിയുള്ള ഒരു ചരിത്ര സംഭവങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ദിനം പ്രതി ചരിത്ര സംഭവങ്ങൾ എന്നർത്ഥം വരുന്നു.
ഒന്നിന് ദിനവൃത്താന്ത പുസ്തകത്തിലെ ഒരു രചന ചരിത്രകാലം എന്ന് പറയുന്നത് 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആദാം മുതൽ ദാവീദ് വരെയുള്ള ഒരു വംശാവലി പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പിന്നീടുള്ള 10-ാം അധ്യായത്തിൽ വീണ്ടും വേഗത്തിൽ വരുന്നത് ശൗലിൻ്റെ ചരിത്രത്തെ പറ്റി കാണുവാൻ കഴിയുന്നു. അതിനുശേഷം 11-ാം അധ്യായം മുതൽ 29 അധ്യായങ്ങൾ വരെയുള്ള സ്ഥലങ്ങളിൽ കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ദാവീദ് എല്ലാ ഇസ്രായേലും രാജാവായ ഭരണം നടത്തി 33 വർഷമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. 33 വർഷമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഏകദേശം 41 വർഷത്തെ കാര്യങ്ങളാണ് ഇതിൽ പറയപ്പെടുന്നത്. അപ്പോൾ 3-ആയി നമുക്കിതിൻ്റെ ഒരു ചരിത്രകാലമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിന് പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് 3-ആയി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 3-ആയി വിഭജിച്ചിരിക്കുന്നു. ഒന്ന്, ആദാം മുതൽ ദാവീദ് വരെയുള്ളൊരു ചരിത്ര വീക്ഷണം കാണുവാൻ കഴിയുന്നു. 2, ശൗലിൻ്റെ ഒരു ചരിത്ര വീക്ഷണം കാണുവാൻ കഴിയുന്നു. 3, ദാവീദിൻ്റെ മാതൃകാ ചരിത്രം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു തിരിച്ചു വരൽ ഈ ഒരു പുസ്തകത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനിയും 1 ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ എന്തൊക്കെയാണെന്ന്. ഈ പുസ്തകമെന്ന് പറയുന്നത് സത്യവേദ പുസ്തകത്തിലെ 13-ാമത്തെ പുസ്തകമാണ്. അതുകൂടാതെ ഇതിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 29 അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതിൽ 942 വാക്യങ്ങൾ വന്നിരിക്കുന്നു. ചരിത്രപരമായ വാക്യങ്ങൾ 927 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ തന്നെ നിവൃത്തിയായ പ്രവചനങ്ങൾ 81 എണ്ണമുണ്ട്. നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 71 എണ്ണമുണ്ട്. ഇനി മുന്നറിയിപ്പുകൾ 30 എണ്ണമുണ്ട്. ആജ്ഞകൾ 53 ഉണ്ട്. ഇനിയും ചോദ്യങ്ങൾ 19 എണ്ണമുണ്ട്. ഇനി വാഗ്ദാനങ്ങൾ 9 എണ്ണമുണ്ട്. ഒടുവിലായി ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ 8 എണ്ണം കാണുവാൻ കഴിയുന്നു. ഇങ്ങനെയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു വിവരണം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പുസ്തകങ്ങൾ കൂടുതലായി വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ വചനം പഠിപ്പാനായിട്ട് ഞങ്ങളെ ഒരുക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. കുഞ്ഞുങ്ങളെ എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. തിരുനാമം മഹത്വം എടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.